ഇപ്പോൾ ഗൾഫിലെ ജനജീവിതമൊക്കെ സാധാരണ നിലയിലൊക്കെ ആയിട്ടുണ്ട്. ഈ ഓഫ്ലൈൻ ക്ലാസുകളിലേക്ക് കുട്ടികൾ മടങ്ങിയെത്തിയിട്ടുണ്ട്. ആശുപത്രികളുടെ പ്രവർത്തനം സാധാരണ നിലയിലാവുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ആശ്വാസകരമായി തന്നെ ആകാശയാത്ര സുഗമമായി വരികയാണ്. ഇതിനിടയിൽ വീണ്ടും ഒരു യുദ്ധം എന്ന് പറയുന്നത് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദം അത് ഏത് രീതിയിലാണ്, അവരുടെ മുൻകരുതൽ അത് എങ്ങനെയാണ്? ജിന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ സംഘർഷം ഇനിയും നീണ്ടു നിൽക്കുന്ന തങ്ങളുടെ സാമ്പത്തിക, രാഷ്ട്രീയ, സൈനിക സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ഇതിലൂടെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് അഡ്രസ്സ് ചെയ്യണമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ജിദ്ദയിൽ GCC രാജ്യങ്ങളുടെ നേതൃയോഗം ചേർന്നിരുന്നു. ആ യോഗം ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇറാനോടും തങ്ങളുടെ സമീപനങ്ങളിൽ പുനരാലോചന നടത്തണമെന്നൊരു നിർദ്ദേശമാണ് ഇറാന് മുമ്പാകെയും വെച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള വിശ്വാസ്യത നഷ്ടം ഇറാനും ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നാണ് ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകേണ്ടത്. ഈ ഗൾഫ് രാജ്യങ്ങളെ ഈ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി കാണുകയും അവരുടെ പരമാധികാരത്തിന് നേരെയുള്ള ആ കടന്നുകയറ്റം ഇറാൻ അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ ഈ സംഘർഷം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന്, അല്ലെങ്കിൽ ഈ ഹോർമുസ് കടലിടുക്കിന്റെ പ്രതിസന്ധി അനിശ്ചിതമായിട്ട് നീണ്ടുപോകുന്നത് തങ്ങളുടെ പല താല്പര്യങ്ങൾക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഹോർമുസ് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് അമേരിക്കയോടും അതോടൊപ്പം തന്നെ ഇറാനോടും ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നീക്കങ്ങൾ വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. ഈജിപ്ത്, തുർക്കി, പാകിസ്ഥാൻ, അതോടൊപ്പം തന്നെ സൗദി അറേബ്യ, ഈ 4 രാജ്യങ്ങളാണ് പ്രത്യക്ഷത്തിൽ തന്നെ അമേരിക്കയ്ക്കും ഇറാനും ഇടയിലുള്ള ഈ സമവായ നീക്കങ്ങൾ, ഈ ഒരു കരാർ രൂപപ്പെടുത്താനുള്ള നീക്കങ്ങളിൽ സജീവമായി ഇടപെടുന്നത്. അതോടൊപ്പം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും വളരെ ശക്തമായി തന്നെ നീക്കങ്ങൾ, ഈ ഒരു ഇരു കൂട്ടർക്കുമിടയിലുള്ള ഒരു യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിൽ വളരെ സജീവമായി തന്നെ ഇമ്മാനുവൽ മാക്രോണും സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട്. ജിന, അതാണ്. ഏതായാലും US-ന്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചെന്നാണ് അവർ അവകാശപ്പെടുന്നത്. വീണ്ടും ഒരു യുദ്ധം തുടരുന്നതിന് പകരം നാവിക ഉപരോധം ശക്തമാക്കി ഇറാനെ കൂടുതൽ വരിഞ്ഞു മുറുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ US-ന്റെ ഭാഗത്തും ട്രംപിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. പക്ഷേ മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമായി പാകിസ്ഥാൻ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളെ അടക്കം ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തും അത്തരത്തിലുള്ള സമ്മർദ്ദം ഇപ്പോഴും തുടരുകയാണ്. MC നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.